അങ്ങനത്തെ കാത്തിരുന്ന് നമ്മുടെ താമരയിൽ ആദ്യത്തെ മുട്ട ഉണ്ടായി കേട്ടോ. ഇനി ഇത് ഒരു പൂവായിട്ട് മാറാനുള്ള വെയിറ്റിങ്ങിലാണ്. ഇത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് എടുത്ത ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഓർഡർ ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ബോഡി മസാജറാണ്. ഒരു 1500 റേഞ്ചിൽ വരുന്ന ഒരു ബോഡി മസാജറാണ് കേട്ടോ. ഇതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 3 ടൈപ്സ് ഓഫ് ഹെഡ്സും ഇതിനുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാലിൻ്റെയും കൈക്കും മസിലിനൊക്കെ വേദനയുള്ള ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ തന്നെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുമേ. അപ്പോൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ അശ്വതിയുടെ മധുരം വെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യൽ ഡേയ്സിലും അശ്വതി ആയിരുന്നു കേട്ടോ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മധുരം വെപ്പിൻ്റെ അന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് അശ്വതിയുടെ വീട്. ഈ ലൈറ്റ്സിൻ്റെ സൈഡിലൊക്കെ നിന്ന് കുറേ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മധുരം വെപ്പിന് പോയത്. അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണപ്പെണ്ണ്. തലേ ദിവസം കല്യാണപ്പെണ്ണിൻ്റെ നാത്തൂൻ വന്നിട്ട് പുടവയും മുല്ലപ്പൂ ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാനിരുന്നേ. ഇതാണ് ഡോറ. അശ്വതിയുടെ 2 പട്ടിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത്. മറ്റേതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കറണ്ട് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഡ്രസ്സൊക്കെ തേക്കാനായിട്ട് പോവുകയാണ്. കുഞ്ഞും കൂടെ പുറകെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ലൈറ്റ്സിൻ്റെ അതിൽ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കുറേ നേരം ഞങ്ങൾ ഡാൻസ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.